പ്രിയപ്പെട്ട ക്രിസ്മസിനയുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, ഏറ്റവും ആദരണീയരായ അച്ഛന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രത്യേകമായി വിസിറ്റേഷൻ സഭയുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ സെക്യൂരിറ്റിയിൽ പങ്കെടുക്കുവാൻ വന്നു ചേർന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറഞ്ഞ് സഹനത്തിൻ്റെ ബലിക്കല്ലിൽ ജീവിതമെത്ത പൗലോസപ്പോസ്തലനെ പോലെ സഹനം ആഘോഷമാക്കി ദൈവത്തിൽ വിശ്രാന്തി കണ്ടെത്തിയ സിസ്റ്റർ യാത്രാമംഗളങ്ങൾ നേടുവാൻ നമ്മളുടെ നിൽക്കുന്നിരിക്കുകയാണ്. ഇത്ര അഭിഷേകത്തോടെയുള്ള ഒരു യാത്ര അയപ്പ് ചമതക്കാരിൽ എത്തിയത് ദൈവനിയോഗം തന്നെയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും സമ്പന്നമായ ഒരു ആരാധനാ സമൂഹത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ അനുശോചന സന്ദേശം അറിയിക്കുവാൻ എനിക്ക് കിട്ടിയ നിയോഗം അഭിമാനത്തോട് സന്തോഷത്തോടും കൂടി ഞാൻ സ്വീകരിക്കുകയായിരുന്നു. എന്നേക്കാൾ യോഗ്യരും പ്രഗത്ഭരും ഇവിടെയുണ്ട് എന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. പക്ഷേ ഈ നിയോഗം ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്ക് 2.5 വർഷത്തെ പരിചയം മാത്രമുള്ള ഒരു സിസ്റ്ററിനെ അനുസ്മരിച്ച് സ്വർഗീയമായ ചില ചിന്തകൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. കാരണം അഭിമന്യ പിതാവ് ദേവാലയത്തിൽ വെച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നുണ്ട്. സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ നാൾവഴികൾ സഭാ അധികാരികളെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്യും. അല്പം ദൈർഘ്യമുള്ള ചില ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. വികാരിയത്തിൻ്റെയും ജോൺസണത്തിൻ്റെയും അനുവാദത്തോടുകൂടി അച്ഛന്മാർ നിൽക്കുന്നത് എനിക്ക് അല്പം വിഷമമുണ്ട്. എങ്കിലും ആ ബുദ്ധിമുട്ടുകൾ സഹിച്ച് എന്നെ കേൾക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ജോൺസൺ സിസ്റ്ററിൻ്റെ ഡയറി കുറിപ്പുകൾ, ആത്മീയ ഡയറി കുറിപ്പ് എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ പറയുവാൻ അല്പം കാര്യം മാത്രമേ സത്യത്തിൽ ആലോചിച്ചിരുന്നുള്ളൂ. പക്ഷേ സമൂഹത്തോട് പങ്കുവെച്ചില്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ഞാൻ ചില ചിന്തകൾ കടലാസിൽ കുറിച്ച് വെച്ചുകൊണ്ടുകൂടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചരമപ്രസംഗം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ കടലാസിൽ കുറിച്ച് വെച്ച് ഞാൻ പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അകാലത്തിൽ ദൈവം അടർത്തിയെടുത്ത ഒരു പനിനീർ കുസുമമാണ് സിസ്റ്റർ അഞ്ജനയെന്ന് ഞാൻ പറയുമ്പോൾ അതൊരു സാഹിത്യ ഭംഗിയുള്ള ഭാഷയൊന്നുമല്ല. പക്ഷേ 43 വയസ്സ് പ്രായം മാത്രമുള്ള സിസ്റ്റർ ലോകത്തിൽ നിന്നും വേർപിരിയുമ്പോൾ നമുക്കൊന്നുമല്ല പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ മകൾ മരിക്കുന്നത് സങ്കടകരമായ കാര്യമാണ്. ജോൺസണത്തിനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്ററിൻ്റെ പെട്ടെന്നുള്ള മരണം ഇനിയുള്ള പല നാളുകളിലും അച്ഛൻ്റെ ജൂബിലി ആഘോഷങ്ങൾ, വീട്ടിലെ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങുകൾ ഒക്കെ വരുമ്പോൾ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു കണ്ണീർപ്പാടം സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ദൈവഹിതം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ചാച്ചൻ പറയുമായിരുന്നുവെന്ന് അച്ഛൻ പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ 6 മക്കളും എൻ്റെ കട്ടിലിൻ്റെ ചുറ്റും ഉണ്ടാകണമെന്ന്. ആ ചാച്ചനോട് ഞങ്ങൾക്ക് ഇത്ര മാത്രമേ പറയുവാനുള്ളൂ, 6 മക്കളും ഉണ്ടാകും. മറ്റാരും വരുന്നതിന് മുൻപ്, ജോൺസണത്തിന് വരുന്നതിന് മുൻപ് അഞ്ജന സിസ്റ്റർ സ്വർഗത്തിൻ്റെ ഒലിവിലയുമായി ചാച്ചൻ്റെ തൊട്ട് പിന്നിൽ ഉണ്ടാകുമെന്നുള്ളത് നല്ല ഉറപ്പാണ്. 116 സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം, തൻ്റെ വിശുദ്ധരുടെ മരണം ദൈവസന്നിധിയിൽ അമൂല്യമാണ്. നമ്മൾ സങ്കടക്കടലിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളിയാഴ്ച സ്വർഗത്തിൽ ഒത്തിരിയേറെ ആഹ്ലാദാരവങ്ങൾ ഉയർന്നിരുന്നു. ഒരുക്കത്തോടുകൂടി ഒരു സമർപ്പിത മരിച്ചപ്പോൾ സ്വർഗം സന്തോഷിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമ്മുടെ സിനിസേരിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. പക്ഷേ അടുത്ത വാക്യം എങ്ങും തന്നെ എഴുതി കണ്ടിട്ടില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും വിശ്വസിക്കും. അതുകൊണ്ടാണ് ചാച്ചനോടും അമ്മയോടും ഞാൻ അങ്ങനെ പറഞ്ഞത്, സഹോദരങ്ങളോടും പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക.
സ്വർഗത്തിൻ്റെ അൾത്താര അലങ്കരിക്കാൻ ദൈവം ഒരു പൂജാപുഷ്പത്തെ തിരഞ്ഞെടുത്തപ്പോൾ നമുക്കാർക്കും അതിന് എതിര് പറയാനില്ല. ഇത് സാധാരണ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഈ നാളുകളിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഈ ആരാധനാ സമൂഹത്തോട് പങ്കുവയ്ക്കുകയാണ്. സ്വർഗത്തിൽ നിർമ്മല സ്നേഹത്തിൻ്റെ ഒരു പുഞ്ചിരിയായി അഞ്ജനയുണ്ടാകും. സ്വർഗത്തിൽ രൂപമുള്ളവരാരുമില്ല, എല്ലാവരും അശരീരികളാണ്. ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുന്ന സുഹൃതങ്ങൾ ആയിരിക്കും സ്വർഗത്തിൽ നമ്മുടെ സാന്നിധ്യം നിർവഹിക്കുന്നത്. അഞ്ജന നിർമ്മല സ്നേഹത്തിൻ്റെ പുഞ്ചിരിയായി അവിടെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക. വളരെ ആദർശികമായിട്ടാണ് ഞാൻ ഈ സിസ്റ്ററിൻ്റെ രോഗനാളുകളിൽ കുമ്പസാരം കേൾക്കുവാനായിട്ട് ഇടയായത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖമായി ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ സത്യത്തിൽ അധികാരികളെ ഏൽപ്പിച്ചപ്പോൾ സിസ്റ്റർ രോഗത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആശ്വാസവാക്കുകളൊക്കെ പറയുക, അതായിരുന്നു ലക്ഷ്യം. ഞാൻ വളരെ തുറന്ന് പറയുന്നു, എനിക്ക് പ്രതിസന്ധികളിൽ ആശ്വാസവാക്ക് പറയുവാനുള്ള കഴിവ് ഒട്ടുമില്ല. അപ്പോൾ ഒരു തീരുമാനമെടുക്കുവാൻ പോലുമുള്ള കഴിവില്ലാതെ ഞാൻ സാധാരണ പിന്തിരിഞ്ഞു നിൽക്കുന്നയാളാണ്. പക്ഷേ ഈ സിസ്റ്റർ എൻ്റെ അടുത്ത് ഉപസാരം ആരംഭിച്ച് ഈ അവസാനത്തെ ഒരു വർഷമായപ്പോൾ എപ്പോഴൊക്കെയാണോ ഞാൻ ഉപസാരം കേൾക്കുവാൻ തുടങ്ങിയത്, സിസ്റ്റർ വളരെ ഗൗരവമുള്ള പാപങ്ങളൊന്നും ഏറ്റു പറയുവാനില്ല. പക്ഷേ സിസ്റ്റർ പാപം ഏറ്റു പറയുവാൻ തുടങ്ങുന്ന നിമിഷം മുതൽ എൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകുമായിരുന്നു. സാധാരണ അച്ഛൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കുന്നവർക്കാണ് അനുതാപത്തിൻ്റെ കണ്ണീര്. ഇത് പിന്നീട് ഞാൻ ആത്മീയ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കി. ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ് അല്ലെങ്കിൽ അഭിഷേക കണ്ണീർ എന്നുള്ള ഒരു അനുഭവമുണ്ട്. അത് ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ ജോൺസൺ അച്ഛൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ ഒരു വാക്യം ഞാൻ ഓർമ്മിക്കുകയാണ്. സത്യത്തിൽ ഞങ്ങളുടെ ചേച്ചിയെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ജന ഒരു വിസ്മയമായിരുന്നു. കാരണം ആ ഡയറി കുറിപ്പുകളിലൂടെ നൊവിഷ്യത്ത് കാലത്ത് ആരംഭിച്ച ഡയറി കുറിപ്പുകളാണ്. അത്ര ദൈർഘ്യമുള്ളതൊന്നുമല്ല. അന്ന് മിസ്റ്റർ സായറിന് ഒരുപക്ഷെ മെറിൻ സിസ്റ്ററിൽ നിന്ന് കിട്ടിയ ചില ബോധ്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നിരിക്കാം. മറ്റ് പുസ്തകങ്ങളുടെ ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ കുമ്പസാരത്തിൻ്റെ നാളുകളിൽ ഈ സിസ്റ്ററിന് കൊടുത്ത ഉപദേശങ്ങളൊക്കെ ഞാൻ പിന്നീട് തിരിച്ച് ചിന്തിക്കുമ്പോൾ അത് ഈ സിസ്റ്റർ അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് പോലെ സിസ്റ്റർ സ്വന്തം അനുഭവങ്ങൾ അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയായിരിക്കും. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ ദുഃഖം നമ്മൾ തിരിച്ചറിയുന്നു. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ മാർച്ച് 7-ാം തീയതി സിസ്റ്ററുടെ കുറിപ്പ് ചേർത്തിട്ടുമുണ്ട്. വല്യമ്മച്ചിയുടെ 25ാം വാർഷികമാണെന്നാണ് എൻ്റെ ഓർമ്മ. സിസ്റ്ററിന് അതിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിൽ പങ്കെടുക്കാനായിട്ടാവാതെ വീട്ടിലിരുന്നപ്പോൾ വീട്ടിൽ വന്ന് അനുഭവിക്കുന്ന ആ പൂർവാശ്രമത്തിൻ്റെ സന്തോഷങ്ങൾക്കും അപ്പുറത്ത് ഇങ്ങനെയാണ് കുറിച്ച് വെച്ചിരിക്കുന്നത്. ജന്മഗൃഹത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിയാതെ വന്നപ്പോൾ സ്വർഗീയ ഗൃഹത്തിലേക്ക് ഒരു അടി കൂടി നടക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ദൈവമേ, എനിക്ക് പരാതികൾ ഒന്നുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിസിറ്റേഷൻ സഭയുടെ നസ്രത്ത് ഗവൺമെന്റിൽ സിസ്റ്റർ രോഗിയായിട്ട് വന്നപ്പോഴാണ് ആദ്യമായിട്ട് സിസ്റ്ററിനെ കാണുന്നത്. ഒരു പക്ഷേ മുൻപ് കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കൊരു പരിചയവും ഇല്ലായിരുന്നു. അന്ന് അവിടെ മദർ സിസ്റ്റർ ഫ്രാൻസീന എന്നോട് കുമ്പസാരം കേൾക്കുവാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഞാൻ കാര്യമായിട്ട് ആദ്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ സിസ്റ്റർ വളരെ അഭിഷേകത്തോടെയാണ് കുമ്പസാരമൊക്കെ നടത്തിയിരുന്നത്. പിന്നെ ഈ കുമ്പസാരത്തിൻ്റെ നാളുകളിലൊക്കെ ആദ്യം ഒരു ഷെയറിംഗ് സെഷൻ ഉണ്ടായിരുന്നു. ഈ ഷെയറിംഗ് സെഷനിൽ ഞാൻ സത്യത്തിൽ പ്രത്യേകിച്ച് സിസ്റ്ററിന് അധികം ഒന്നും പറയാറില്ലായിരുന്നു. സിസ്റ്ററിൻ്റെ കുറച്ച് സങ്കടങ്ങളും പരാതികളും ഒക്കെ പറയും. പക്ഷെ ഞാൻ കുമ്പസാരത്തിൻ്റെ ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ അതിനുള്ള മറുപടി ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ഒരുക്കിയതായിരിക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ സിസ്റ്റർ പരാതികൾ സ്വീകരിക്കാനുള്ള വലിയൊരു കൃപയിലേക്ക് നടന്നു. ഞാൻ ഓർമ്മിക്കുന്നത് 2016 ജനുവരി അല്ലെങ്കിൽ 15 ഡിസംബർ മാസത്തിൽ ഞാൻ മലബാർ കണ്ണാർ ആശ്രമത്തിലേക്ക് പോകുവാനായിട്ട് നിന്നപ്പോൾ വെല്ലൂരേക്ക് യാത്രയാകാനായിട്ട് സിസ്റ്റർ നിൽക്കുകയാണ്. ആ ദിവസം എനിക്ക് കാണുവാൻ പറ്റിയില്ല. വളരെ താല്പര്യത്തോടു കൂടി താഴെ ഓടിച്ചെന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അനുഭവം ഉണ്ടായിരുന്നു, മരിയ തെരേസും ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു ദൈവികമായ ഒരു ശാന്തത ഞാൻ നന്നായിട്ട് തിരിച്ചറിഞ്ഞു. അതിനുശേഷം വെല്ലൂരിൽ നിന്ന് അവിടെ കീമോതെറാപ്പിയുടെ വേദനകളിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷേ തിരിച്ചു വന്ന് ആദ്യത്തെ കുമ്പസാരത്തിൽ വലിയ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചത് ഞാൻ ഈ സമൂഹത്തോട് പങ്കുവയ്ക്കുകയാണ്. അവിടെ ഞാൻ അവിടെ ലൂക്കസിന് വേണ്ടി അവിടെ താമസിച്ചതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അവിടെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ സിസ്റ്റർ
ഒരു അല്പം മയക്കമുണ്ട്, എങ്കിലും നല്ല ഓർമ്മയോടുകൂടി ഇരിക്കുകയാണ്. എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? എന്നോട് മുഴുവൻ കുമ്പസാരത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. മരുന്നിനോടും വേദനയോടും സ്ട്രഗിൾ ചെയ്ത് കഴിയുന്ന നിമിഷം പെട്ടെന്ന് അടുത്തേക്ക് ആരോ വരുന്നത് പോലെ ഡൊമിനിക് സാവിയോയുടെ മുഖച്ചായാണ് ആദ്യം തോന്നിയത്. പക്ഷേ അടുത്ത് വന്നപ്പോൾ തിരിച്ചറിഞ്ഞു അത് തൻ്റെ മണവാളനായ ഈശ്വരനെയായിരുന്നു. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു, സാധാരണഗതിയിൽ ഒരു അത്ഭുതമോ വിസ്മയമോ ഭയമോ ഒക്കെ ഉണ്ടാകണം, പക്ഷെ ഒന്നും തോന്നിയില്ല. സിസ്റ്റർ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ആദരവോടുകൂടി വന്നു. ഈശോ വന്ന് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞെ, ഒരു സന്തോഷ വാർത്ത നിന്നെ അറിയിച്ച് നിനക്ക് ഒരു മുത്തം തന്ന് ഞാൻ ഇവിടെ നിന്ന് പോകും. പിന്നീട് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വരും. സന്തോഷ വാർത്ത സമർപ്പിത കേട്ടുകൊള്ളൂ. സ്വർഗത്തിൽ നിന്റെ മണവാളനുമായുള്ള വിവാഹ നിശ്ചയം ഉറപ്പിച്ചു എന്നതായിരുന്നു സന്തോഷ വാർത്ത. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. സ്വർഗത്തിൽ മണവാളനുമായുള്ള നിന്റെ വിവാഹ നിശ്ചയം ഇതാ ഉറപ്പിച്ചിരിക്കുന്നു. നമ്മളത് വായിക്കുന്നുണ്ട് വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ. അവിടെ കുഞ്ഞാടിന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. സഭയാകുന്ന സ്വർഗീയ ജെറുസലേമാണ് അവിടെ വധുവെങ്കിലും ഓരോ സമർപ്പിതയും സഭയുടെ ഒരു പരിച്ഛേദമായതുകൊണ്ട് ഓരോ സമർപ്പിതയും ഈ വിവാഹ വിരുന്നിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ഹൃദയത്തിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഒരിക്കലും സങ്കടത്തോടെ കരഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല. അതോടൊപ്പം വലിയൊരു അഭിഷേകം കൂടി സിസ്റ്ററിന് കിട്ടി. സിസ്റ്ററിന്റെ കട്ടിലിന്റെ ചുറ്റും സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യം, ഒത്തിരി മാലാഹമാര്, ഒത്തിരി വിശുദ്ധര്. എൻ്റെ കസിൻ കൂടിയായ ജെയിംസ് പുത്രക്കൈലച്ചൻ അടുത്ത് കാപ്പയിട്ടുകൊണ്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു അനുഭവം ഉൾപ്പെടെ അനേകം വിശുദ്ധരുടെ സാന്നിധ്യം സിസ്റ്ററിന് അനുഭവിക്കാൻ കഴിയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു മായിക ദർശനം അല്ലെങ്കിൽ ഹല്ലൂസിനേഷൻ ആയിട്ട് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പരാതിയില്ല. പക്ഷേ വ്യക്തമായ ചില അടയാളങ്ങളുടെ അനുഭവത്തോടുകൂടി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് യഥാർത്ഥ ഒരു ദർശനം തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു കുമ്പസാരത്തിന്റെ അവസരത്തിലാണ് സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. സിസ്റ്ററിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യേക സഭ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവർക്ക്. ഒരുപക്ഷെ ഇന്ന് ഈ വീട്ടുകാർ അനുഭവിക്കുന്ന അതേ സങ്കടം, അതേ തീവ്രതയിൽ അനുഭവിക്കുന്ന ഒരു സമർപ്പിത ഇവിടെയുണ്ട്, സിസ്റ്റർ മരിയ തെരേസ്. ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ തമാശയ്ക്ക് പറയുമായിരുന്നു, ഒരു സെക്രട്ടറിയുടെ ജോലിയാണല്ലോ സിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരുപക്ഷെ ഒത്തിരിയേറെ ദൈവിക രഹസ്യങ്ങൾ ഡയറിയിൽ എഴുതാത്തത് ഉൾപ്പെടെ സിസ്റ്ററിന്റെ ഹൃദയത്തിൽ ഒരു പരസ്പരം പങ്കുവെച്ചിട്ടുണ്ട്. തന്റെ സന്യാസ വസ്ത്രത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കുന്നു. ബഹുമാനപ്പെട്ട കല്ലറങ്ങാട്ട് പിതാവ് 2 മിനിറ്റ് സമയം കിടങ്ങൂര് വന്ന് ഒരു അനുശോചനം തന്നപ്പോൾ ഈ സമർപ്പിതയുടെ സന്യാസ വസ്ത്രത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, ഇപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന സമർപ്പിതയെക്കുറിച്ച്, തൻ്റെ സന്യാസ വസ്ത്രത്തിന്റെ ദിവ്യത തിരിച്ചറിഞ്ഞ് അതൊക്കെ മടക്കി മരിയ തെരേസിനെ കൊണ്ട് ഷെൽഫിൽ വെപ്പിച്ച് ആർക്കൊക്കെ കൊടുക്കണം ഇതുപോലും സിസ്റ്റർ കണക്ക് കൂട്ടിയിരുന്നു. അന്ന് പിന്നീട് സിസ്റ്റർ മരിയ തെരേസ് പെർപ്പച്വൽ പ്രൊഫഷന്റെ കോഴ്സിന് വേണ്ടി പോയപ്പോൾ സിസ്റ്റർ തേജസ് ആയിരുന്നു ബൈസ്റ്റാൻഡറായിട്ട് വന്നത്. ഞാൻ ആ കാഷ്വലായിട്ട് പറഞ്ഞ് ഒരു MBBS ഡോക്ടറെയാണല്ലോ ബൈസ്റ്റാൻഡറായിട്ട് കിട്ടിയത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ ഈ സിസ്റ്റർ ഉള്ളതുപോലെ തന്നെ ഒരു ഡോക്ടർ കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് സിസ്റ്ററിന് തേജസിന്റെ കാലിലുണ്ടായിരുന്ന ഒരു നീര്, ഒരു സ്വെല്ലിങ്, കുറേ ദിവസങ്ങൾ മരുന്ന് കഴിച്ചിട്ടൊന്നും മാറാതെ വിഷമിച്ചിരുന്നപ്പോൾ അത് മാറി. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഈ സിസ്റ്ററിനോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയില്ല. ഒരുപക്ഷെ നമ്മളെങ്ങനെ പറയും, ഞാൻ പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ദൈവശാസ്ത്രപരമായിട്ടുള്ള കുറേ കൂടി നല്ല വീക്ഷണം സിസ്റ്ററിനോട് ഒത്തുള്ള പ്രാർത്ഥനയാണ്. ജപമാല മറിയത്തോടുള്ള പ്രാർത്ഥനയല്ല, മറിയത്തോടൊപ്പമുള്ള പ്രാർത്ഥനയാണെന്ന് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അഞ്ജനിയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു അഭിഷേകമായി മാറും. കൊച്ചു ത്രേസ്യ സ്വർഗത്തിൽ നിന്നും റോസാപുഷ്പങ്ങൾ വർഷിച്ചെങ്കിൽ ഈ മകള് വിശുദ്ധിയുടെ റോസാപുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അടയാളങ്ങളുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് തുവാനിസ കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ അന്ന് വളരെ ദൈർഘ്യമുള്ള ഒരു വചന സന്ദേശം നൽകുവാനിടയായി. അത് കേട്ട 1-ലധികം പേർ എൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞു, ഇതിനു മുൻപ് കേൾക്കാത്ത തരത്തിലുള്ള ഒരു അനോയിന്റിങ് അവിടെ ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അനോയിന്റിങ് ഇറ്റ് ഹാസ് എ കണ്ടീജിയസ് നേച്ചർ. അഭിഷേകത്തിന് ഒരു സാംക്രമിക സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധിയുള്ളവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു 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 നൈർമല്യം, ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കുന്നതിൻ്റെ കാരണം അതായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ സിസ്റ്ററിന്റെ വേദനകൾ തീരുന്നില്ല. എനിക്ക് ആ നാളുകളിൽ എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യം സിസ്റ്റർ സഹിച്ച വേദനകൾ ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുണ്ടായി. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിന്റെ സുപ്പീരിയർ കുലീനച്ചൻ സഖാവിനോട് പറഞ്ഞു,
എനിക്ക് ജോൺസണത്തിനോട് സ്നേഹമുണ്ട്, പക്ഷെ ഞാൻ അതുകൊണ്ടല്ല പോകുന്നത്. ഇത്ര സഹിച്ച ഒരു സമർപ്പിതയുടെ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു അനുഗ്രഹം കിട്ടാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കൊച്ചുദ്രേശ്യായെക്കുറിച്ചുള്ള വായിക്കാവുന്ന പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അൽഫോൻസാമയെക്കുറിച്ച് കിട്ടാവുന്ന പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അവർ സഹിച്ചതിനേക്കാൾ സിസ്റ്റർ അഞ്ജന സഹിച്ചുവെന്ന് എനിക്ക് നല്ല ഉറപ്പോടുകൂടി പറയാൻ കഴിയും. കാരണം സിസ്റ്റർ കൊച്ചുദ്രേശ്യാമ്മ ഒത്തിരി ചുമച്ച് ക്ഷയരോഗമുണ്ടായിരുന്നു. അൽഫോൻസാമയ്ക്ക് വലിയൊരു ബോധക്ഷയമൊക്കെ ഉണ്ടാകുവാണ്. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. കല്ലറയിൽ താമസിച്ചപ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന വയസ്സായിലേക്കൊരു ധ്യാനത്തിന് പോവുകയാണ്. അച്ഛാ എനിക്ക് ധ്യാനം കൂടണം, പക്ഷേ മൈക്കിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമ്മൾ ഒത്തിരി വേദനിച്ച് കിടക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുന്നൊക്കെ നമുക്ക് എന്ത് സന്തോഷമാണ്. സിസ്റ്റർ അത് കേൾക്കാനാവുന്നില്ല. ദൈവം അനുവദിച്ചതാണ്. കുറച്ച് കഴിഞ്ഞ് ഒരു ജൂൺ മാസം ആദ്യത്തിന് മുൻപ് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ ഈ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഞാനന്ന് മിനി തട്ടിൽ എന്ന പേരുള്ള ഒരു ശാലോണിലേക്ക് ഇരുന്ന കുഞ്ഞിൻ്റെ അനുഭവം പറഞ്ഞ് MBBS പഠിക്കാൻ തുടങ്ങി അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാഴ്ചശക്തി, കേൾവിശക്തി എല്ലാം നഷ്ടപ്പെട്ട ജീവിതത്തിൽ കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി നീ ആത്മാക്കളെ കൊയ്തെടുക്കണം. എല്ലാവരുടെയും വിളി അരങ്ങിൽ നിൽക്കാനല്ല, അണിയറയിൽ നിൽക്കാൻ. അഞ്ജനയെ ദൈവം അണിയറയിൽ നിൽക്കാൻ വിളിച്ചു. നമ്മളെ ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോൾ അറിയാം ഈ സിസ്റ്റർ എന്തുമാത്രം ബോധ്യത്തോട് നൊവീഷ്യത്ത് കാലത്ത് കൊടുത്ത് എഴുതിയിരുന്ന കുറേയേറെ കാര്യങ്ങൾ. ഹിസ്റ്റക്ടമിയുടെ സർജറി ചെയ്ത് ആശുപത്രിയിൽ കിടന്നപ്പോൾ സഹനത്തെക്കുറിച്ച് എഴുതി വെച്ചൊരു വാക്യമൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തും. അത് ജീവന്റെ തുടിപ്പാണെന്ന്. ഈ സഹനം എന്ന് പറയുന്നത് സ്വീകരിക്കുവാൻ. പക്ഷെ വായിച്ചു കഴിയുമ്പോൾ അറിയാം, എന്നോട് പല അനുഭവങ്ങളും പങ്കുവെച്ചപ്പോഴും അറിയാം, തൻ്റെ സഹനങ്ങൾ ആരെയും അറിയിക്കാൻ ഏറ്റവും സ്നേഹിച്ചിരുന്നത് ഒത്തിരി മാതാപിതാക്കളെ ഇഷ്ടമാണ്, സഹോദരങ്ങളെ ജോൺസണത്തിന് ഒത്തിരി ഇഷ്ടമായി. അച്ഛൻ ഒരു മാസത്തേക്ക് വിദേശത്ത് പോയപ്പോൾ സങ്കടത്തോടെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ചേച്ചി മരിച്ചപ്പോൾ എൽസിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ സിസ്റ്റർ പറയുന്നത് എൻ്റെ സങ്കടമൊന്നും എനിക്ക് ആരെയും അറിയിക്കാൻ ഇഷ്ടമില്ല. കാരണം ഞാനത് ഏറ്റവും ഒരു ആത്മീയ പിതാവെന്ന നിലയിൽ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കീമോതെറാപ്പിനെ വെല്ലൂരിലേക്കുള്ള യാത്രയ്ക്ക് ക്യാൻസൽ ചെയ്ത് കാരിത്താസിൽ കിടക്കുകയാണ്. ഇങ്ങനെ കാരിത്താസിൽ കിടന്നപ്പോൾ സിസ്റ്ററുണ്ടായാൽ ഒരു വലിയൊരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണെങ്കിൽ സിസ്റ്ററിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ മേരി മാർഗരറ്റ് അലക്കോപ്പിന്റെ നല്ല മുഖച്ഛായ എനിക്ക് കാണാൻ കഴിയുക. നക്ഷത്രത്തില് എന്താണെന്നറിയാമോ, സിസ്റ്ററിന് അവിടെ വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് പ്രത്യക്ഷമായ ഒരു അനുഭവം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം സിസ്റ്ററിന് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ ഈശോയുടെ ആ അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു അനുഭവം അഞ്ജനയ്ക്ക് ഉണ്ടാവുകയാണ്. എന്താണെന്നറിയാമോ, അവിടെ ഈ ഓങ്കോളജിയുടെ മുറിയിലാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിച്ചപ്പോൾ ഈശോ പതുക്കെ അടുത്ത് വെക്കും. 12 വയസ്സ് പ്രായത്തിൽ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ സിസ്റ്റർ കട്ടിൽ ജീവിക്കുക. സിസ്റ്റർ പറഞ്ഞ 3 ദിവസത്തേക്ക് എനിക്ക് ഈ സാന്നിധ്യാനുഭവം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. നവ്യ ബാച്ചുകാരിയാണ്. ബാച്ചുകാരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ മുഴുവനില്ല, എല്ലാം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്, അഞ്ചലിയത് ഉൾപ്പെടെ. അപ്പോൾ നവ്യ വന്നതിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈശോ തൊട്ടടുത്തിരിക്കുകയാണ്. പക്ഷെ അവരാരെയും ഞാൻ അറിയിച്ചില്ല, ഒരു മനുഷ്യനോടും പോലും പറഞ്ഞില്ല, അത് ഡയറിയിലും കുറിച്ചിട്ടില്ല. പക്ഷേ പറഞ്ഞു 3 ദിവസത്തേക്ക് നിരന്തരമായ സാന്നിധ്യം. എന്നിട്ട് നമുക്കൊരു സന്ദേശം എന്താണെന്നറിയാമോ, ഈശോ പറഞ്ഞു എപ്പോഴും ഞാൻ ഇങ്ങനെ കത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, നീ എന്നോട് പിണങ്ങരുത്. വിശ്വാസത്തിന്റെ ഈ കുഞ്ഞാടിന്റെ വിവാഹത്തിൽ ഒരുക്കിയവളെ വിശ്വാസത്തിന്റെ വലിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ നമ്മുടെ മുൻപിൽ ദൈവം വചനത്തെ സ്ഥിരീകരിക്കുമ്പോൾ അടയാളങ്ങളില്ലാതെ, അത്ഭുതങ്ങളില്ലാതെ ദൈവം പരാങ്മുഖനായി അല്ലെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാതെ മുൻപോട്ട് പോകുമ്പോൾ അത് പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഞാൻ അഞ്ജനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ 2 ദൈവവചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2:5, സ്വർണം അഗ്നിയിൽ ചുറ്റി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യൻ. 2 തിമോത്തി 3:12, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഈ 2 വചനം ജീസസ് ഐ ലവ് യു. പിന്നെ രോഗീലേപനം ജൂലൈ 24 എൻ്റെ ഓർമ്മ. എനിക്ക് വേണ്ടി പോലും ആ രോഗീലേപനത്തിൻ്റെ തീയതി അവർ മാറ്റിവെച്ചത് എനിക്ക് ഒത്തിരി സന്തോഷപ്പെട്ടു. അതിനുശേഷം ഈ രോഗീലേപനത്തിന് തൊട്ട് മുൻപ് കുമ്പസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പരാതികളൊന്നുമില്ല, പരാതികൾ മുഴുവൻ ഞാൻ നിർത്തി. അന്ന് അഭിമന്യു മൂലക്കാട്ടുപിതാവാണ് രോഗി ലേഖനം കൊടുത്തത്.
പ്രിയപ്പെട്ടവരെ പങ്കെടുത്ത കുറേ സിസ്റ്റേഴ്സിന് ഇവിടെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുകയെന്നറിയില്ല, മുഖത്ത് ആ ഒരു മന്ദഹാസത്തിൻ്റെ മഴവില്ല് പൊട്ടിവിടുന്നത് പോലെ. ഇത്ര ശോഭയുള്ള ഒരു സമത്വതയെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും നിന്റെ ചുണ്ടുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമേൻ എന്ന് പറഞ്ഞു മുഴുവൻ പ്രാർത്ഥനകളിലും പങ്കുചേർന്നു. അതിനുശേഷം പിന്നെ തൻ്റെ ജീവിതം ശാന്തമായിട്ട് മുൻപോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഇവിടെ അവസാനം അങ്ങോട്ട് മാറുകയാണ്, കൊച്ചുകൂടലേക്ക് മാറുകയാണ്. അവിടെ ഏറ്റവും അവസാനം ഒരു 4-5 ദിവസങ്ങൾക്കുമാണ് ഞാൻ കുമ്പസാരിപ്പിച്ചത്. അന്ന് ശാന്തമായിട്ടാണ് എല്ലാം കേട്ടത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് മരണത്തിൻ്റെ തൊട്ട് 2 ദിവസം മുൻപ് ജോൺസണച്ചനെ വിളിച്ചു, അതുപോലെ തന്നെ സുമിനി സിസ്റ്റർ വിളിച്ചു. അച്ഛൻ അത്യാവശ്യമായിട്ട് തന്നെ വരണം. കാരണം സിസ്റ്റർ നിങ്ങൾക്ക് അറിയില്ല, ശരീരത്തിൽ ഇത്രമാത്രം സഹിച്ചൊരു സിസ്റ്റർ. ഞാൻ 1 പത്രോസ് 4:1 എന്ന് സിസ്റ്ററിനെ കുറിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ ഇതാണ്, ശരീരത്തിൽ സഹിച്ച യേശുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. കാരണം ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു. പരിപൂർണ്ണ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്തിനെ ഒരുക്കുകയായിരുന്നു. പക്ഷേ മരണത്തിൻ്റെ 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ ആത്മാവിനെ സ്വന്തമാക്കാൻ തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നു വരിക. സിസ്റ്റർ, ഞാൻ സഹിക്കാൻ എനിക്ക് പറ്റിയില്ല, എന്നോട് നേരിട്ട് ഞാൻ സഹിക്കാൻ എനിക്ക് പറ്റിയില്ല, എന്തിയെ പോലെ ഞാൻ ഊരാൻ പോകും, ആകെ ആശ്വസ്തത. പക്ഷേ അന്ന് ജോസിൻ്റെ ഭാര്യ നാട്ടിനോട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് 1/2 മണിക്കൂർ സമയം പ്രാർത്ഥിച്ചു. എനിക്ക് അൽഫോൻസാമ്മയുടെ ഒരു തിരിശേഷിക്ക് വിശുദ്ധിയാകുന്നതിന് മുമ്പ് ഏറ്റവും ഡയറക്റ്റായിട്ട് വസ്ത്രത്തിൽ നിന്നും കിട്ടിയതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ അവിടെ വെച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു. പോകുന്നതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ പരാതി മുഴുവൻ സ്വീകരിച്ചു. പിന്നെ ആ സിസ്റ്റർ ഒരിക്കലും ഒരു പൂർണ്ണ ബോധത്തിലേക്ക് പരാതികൾ പറയാനായിട്ട് ഞാൻ ഇനി എനിക്കുണ്ടായ സഹനത്തെക്കുറിച്ച് ഒരിക്കലും പരാതി പറയില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ അവിടെ സ്വർഗത്തിൽ വിവാഹം ആഘോഷിക്കുകയായിരുന്നു. പിന്നെ സിസ്റ്ററിൻ്റെ മോർണിംഗ് ഒക്കെ കൊടുത്തിട്ട് പോലും ആ ഓർമ്മ തിരിച്ചു കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ പരാതികൾ കൂടാതെ ഈ നിർമ്മല കുസുമം ഈ വാനമ്പാടി സ്വർഗത്തിലേക്ക് പറഞ്ഞു വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണ്. ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ കാര്യത്തിനോടുള്ള ഒരു ബഹുമാനം കൊണ്ട് എൻ്റെ ചിന്തകളിലൂടെ അവസാനിപ്പിക്കാം. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി പോന്നപ്പോൾ ലൂസി സിസ്റ്റർ ബാംഗ്ലൂർ ഒന്നിച്ച് പറയുന്ന ആളുകളുണ്ടായിരുന്നു. ഇത്രമാത്രം സിസ്റ്ററിൻ്റെ മാത്രം സന്യാസ സമർപ്പണത്തോട് ഇത്രമാത്രം ഒരു വിശ്വസ്തത പുലർത്തിയ ഒരു സമർപ്പിത. പുറമേ ഒരു ഷോയുമില്ല, പക്ഷേ സന്യാസ ജീവിതത്തെ ഇത്രമാത്രം സ്നേഹിച്ചത്. അതുകൊണ്ടാണ് മൂടുപടമൊന്നും അണിയാത്ത, ദുഃഖത്തിൻ്റെ മുഖത്ത് നോക്കി മന്ദഹസിക്കാൻ കഴിയുന്ന, നമുക്കൊന്നും കഴിയില്ല. ഒരു കൊച്ചു തലവേദന വരുമ്പോൾ ഓടി ഒളിക്കുന്നവരാണ്. ദുഃഖത്തിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ടാണ് ഈ സിസ്റ്ററിൻ്റെ ഉള്ളിൽ നിറഞ്ഞ ആ കൃപയും. പ്രിയപ്പെട്ടവരെ, അത് എല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു കൃപയായിട്ട് നിറയട്ടെ. മനസ്സിലെപ്പോഴും ഒരു അന്തർമുഖതയുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ സിസ്റ്ററിൻ്റെ കൂട്ടുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. മാറ്റുകാരും എത്തി ഉൾപ്പെടെ അന്തർമുഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സിസ്റ്റർ പറഞ്ഞു, അങ്ങനെ 12 വയസ്സുള്ള ഈശോ എൻ്റെ കട്ടിലിൽ ഇരുന്ന് എപ്പോഴും ശക്തി കൊടുക്കുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെ, വേറെ ഒന്നും പറയുന്നില്ല. അന്ന് അനുഭവിച്ച ഒരു ആന്തരിക സന്തോഷം, ഇന്നർ ജോയ്, പിന്നെ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ആന്തരിക സന്തോഷം തേടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു സന്ധ്യാപുഷ്പത്തിൻ്റെ വിശുദ്ധിയും പരിമളവുമുള്ള ഈ പ്രിയപ്പെട്ട മകളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മകളോട് ചേർന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത്. കണ്ടുമുട്ടിയവർക്കൊക്കെ സ്നേഹം കൊടുത്തു. ഒട്ടും പുറമേ ഒരുപക്ഷെ കൂടെ താമസിച്ചവർക്കൊക്കെ അറിയാം, എല്ലാവരുടെയും കൂട്ട് ഒരു എക്സ്ട്രോവർട്ടായിട്ട് ഓടി നടന്ന് ഒന്നും ചെയ്തിട്ടില്ല, ഡൈനാമിക് അല്ലായിരുന്നു. പക്ഷേ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു പനിഞ്ഞ പുഷ്പമുണ്ടായിരുന്നു. ഒരു കാവ്യബിംബം കടമെടുത്താൽ പറന്നു വരുന്ന പക്ഷിക്ക് കഴിക്കുവാൻ പഴവും, തളർന്നു വരുന്ന യാത്രികന് തണൽ നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു മാമരം. അതായിരുന്നു പ്രിയപ്പെട്ട സിസ്റ്റർ അഞ്ജന. പ്രിയപ്പെട്ടവരെ, അവസാനം ഈ മകൾ സ്വച്ഛന്ത മൃത്യു, ഭാരതീയൻ്റെയാണ്. സ്വച്ഛന്ത മൃത്യു എന്നൊക്കെ പറയുമ്പോൾ സരസ്വതിയിൽ കിടക്കുമ്പോഴുണ്ടാകുന്ന ശാന്തതയായിരുന്നു. ജോൺസൺ കൃത്യം ഇവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൃത്യം അച്ഛൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അച്ഛൻ കയ്യിൽ പിടിക്കുന്നു, മറുകയിൽ സിസ്റ്റർ കരിയ തെരേസുണ്ടായിരുന്നു. വീട്ടുകാർ അത്യാവശ്യം ബെന്നിയിൽ എല്ലാവർക്കും ഉണ്ടാകാൻ സാധിക്കില്ല. ഭാര്യ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ശാന്തമായിട്ട് ഈ ഭൂമിയിൽ നിന്നും വിട പറയുക. ഈ സിസ്റ്ററിൻ്റെ ഈ ചരിത്രം ഞാൻ ആത്മീയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ സ്പിരിച്വൽ മാരേജ് എന്ന് പറഞ്ഞ അമദ്രസ്യയുടെ പ്രയോഗമുണ്ട്. ആത്മീയ വിവാഹം അത് ഓൾറെഡി നടന്നിരുന്നു.
വിവാഹം നടന്ന് സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള വഴി സൃഷ്ടിക്കുകയും ഈ സഹനങ്ങളുടെ ജോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇത്രയും നാളും ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ അങ്ങയുടെ മുഖം കാണുന്നു. ജോബ് ഒരു പാപവും ചെയ്യാതെ നിർമ്മലനായി ജീവിച്ച ജോബാണ്. പ്രമാണങ്ങൾ അകളങ്കമായി പാലിച്ചവരാണ്. പക്ഷേ ഈ പ്രമാണങ്ങളെല്ലാം പാലിച്ച് ജീവിച്ചിട്ടും ദൈവത്തിന്റെ മുഖം കാണാൻ കഴിഞ്ഞത് സോറിയാസിസ് വന്ന് അവസാനം ചിരട്ട കൊണ്ട് കരം വടിച്ച് കളഞ്ഞ് പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ചു. ആ സഹനത്തിന്റെ ഇത്രയും നാളെ ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ അങ്ങയുടെ മുഖം കാണുന്നുവെന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ മുഖം കാണാൻ ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഈ ശുശ്രൂഷകളിലൊക്കെ ഈ മകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് ദൈവത്തെ ക്ഷമിക്കുക. ഈ സമർപ്പിത വൈദികർക്കും സമർപ്പിതർക്കും ഒരു വെല്ലുവിളിയും പ്രചോദനവുമായി മാറണം. എൻ്റെ പ്രിയപ്പെട്ട കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്കും ഒരു വെല്ലുവിളിയായി മാറണം, ഒരു പ്രചോദനവുമായാണ്. വെല്ലുവിളി എന്ന് പറയുമ്പോൾ സമർപ്പിതർ ഓരോരുത്തരും ഓർമ്മിക്കൂ, എസ് മക്കൾ ഓർമ്മിക്കൂ, നിങ്ങൾ തെറ്റൊന്നുമല്ല. നാട്ടിൽ പിതാവ് വിശുദ്ധനായി കഴിയുമ്പോൾ അല്ലാതെ തന്നെ ആ പിതാവിൻ്റെ ആശിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എടുക്കുന്നവർ തീരുമാനമായിരിക്കും ഈ മകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല യാത്ര. മണവാളൻ നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടി, കുഞ്ഞാടിന്റെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ ആ വിവാഹ നിശ്ചയം. പക്ഷേ ലോകത്തിന്റെ വിരുന്നുകളുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ ആ ലോകത്തിന്റെ സന്തോഷങ്ങൾ അനുഭവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വിവാഹ വിരുന്നിന്റെ അനുഭവം നിങ്ങൾക്ക് കിട്ടുകയില്ല. സഹനത്തെ നിങ്ങൾ മാറ്റിമറിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് സഹിക്കുന്നവർക്ക് പിന്നെയും സഹനം കൊടുക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ, സഹനം കൂടാതെ ഈ ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ, ഈ ലോകത്തിലെ അന്ധകാര ശക്തികളെ ഇല്ലാതാക്കുവാൻ ദൈവത്തിന് ഒരിക്കലും കഴിയില്ല. അത് ഈശോയ്ക്ക് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും സഹനത്തോടെ യേശു പറഞ്ഞ് പോസിറ്റീവായിട്ട് മുൻപോട്ട് വരുന്നവർക്ക് പിന്നെയും സഹനം കൊടുക്കും. റെഡിയാണെങ്കിൽ ഇന്ന് തന്നെ നിനക്ക് സഹനം ആരംഭിക്കും. പക്ഷേ നിനക്ക് കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ, ആ വിവാഹ നിശ്ചയം നിനക്ക് പങ്കെടുക്കാനായിട്ട് കഴിയും. ഈ ലോകത്തിന്റെ ആ മായിക വലയങ്ങളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുന്ന ഒരു യോഗിനിയുടെ നിർമ്മമത ഈ മുഖത്ത് നിങ്ങൾ കാണണം. ഡിറ്റാച്ചിനാണ് യോഗിനിയുടെ നിർമ്മമത എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ സുഖങ്ങൾക്കും അപ്പുറത്തുള്ള സ്വർഗീയ സുഖത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം വൈദികർക്കും സിസ്റ്ററിനുണ്ടാവുക ഒരു വൈദികന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പക്ഷെ അച്ഛന്റെ അഭിഷേകം ആരംഭിക്കുക മാത്രമാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്യുമ്പോൾ അച്ഛൻ്റെ ദുബാനിസായ ഉൾപ്പെടെയുള്ള അനേകം ആത്മീയ കേന്ദ്രങ്ങൾ അച്ഛനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അച്ഛൻ്റെ കഴിവ് മുഴുവൻ സെമിനാരിയിലെ കുട്ടികൾക്കുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതായിരിക്കും ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ആത്മശാന്തി നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ആകാശവിഷ്പം പോലെ, ഒരു ഉട്ടൂപ്പിയൻ ചിന്ത പോലെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാകും. പക്ഷേ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ജീവിത യാഥാർത്ഥ്യത്തെ നമുക്ക് ആർക്കും നിരാകരിക്കാൻ കഴിയില്ല. ഒരു സത്യം, ഒരു ആദർശത്തെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഖണ്ഡിക്കാം. പക്ഷേ ജീവിതത്തെ ഖണ്ഡിക്കാനൊന്നും ആർക്കും കഴിയില്ല. ഇത് വെറും ഒരു ഉട്ടോപ്പിയൻ ഐഡിയ അല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ജീവിതത്തിൽ അനുഭവിച്ച, ഞാൻ നിങ്ങളോട് പറയാൻ എന്നെ അനുവദിക്കുകയാണെങ്കിൽ 5 മണി വരെ പറഞ്ഞാൽ തീരാത്ത തരത്തിലുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോകും. പക്ഷേ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സമർപ്പിതർക്ക് പ്രിയപ്പെട്ട അഞ്ജന ഒരു വെല്ലുവിളിയും ഒപ്പം ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനവുമായിട്ട് മാറണം. നമുക്ക് പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കരുണയുടെ വർഷത്തിൽ ആത്മാവിനോടൊരു കരുണ കൂടി കാണിക്കണം. അതിനുവേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയിൽ, ഈ ചമതച്ചാലിൽ ഇങ്ങനെ ഒരു ആഘോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയ്ക്ക് നടക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കുറിച്ച് കൂടി ലോകം മുഴുവൻ നേടിയാലും ഇന്ന് തിരുസഭ വായിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന 2 വചനഭാഗങ്ങളും ഒരുപക്ഷെ ഈ ഒരു ശുശ്രൂഷ മുൻപിൽ കണ്ടുകൊണ്ടാണോ ക്രമീകരിച്ചത്? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് ഫലം? പാതിരപ്പിയോട് വലിയ ഭക്തിയുള്ള ഈ പ്രിയപ്പെട്ട മകളെ പാതിരപ്പിയോയുടെ തിരുനാൾ ദിവസം തന്നെ മിഖായേൽ മാലാഖയോട് കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പാതിരപ്പി വന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിനും അപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്, 6 അടി മണ്ണിനും അപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കുണ്ടാകട്ടെ. പൂർവാശ്രമത്തിൽ അല്ലെങ്കിൽ പതിനടി പേരുന്നതുവെന്ന് മേഴ്സി എന്നായിരുന്നു ഈ മകളുടെ പേര്. മേഴ്സി, മാതാവിൻ്റെ ആ കൃപ മുഴുവൻ. ആ മേഴ്സി എന്ന് പറയുന്നത് മിഞ്ഞാന്നായിരുന്നു തിരുനാൾ അമ്മയുടെ. മേഴ്സി എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. പക്ഷെ മേഴ്സി ഗ്രേസ് ആയിട്ട് മാറി. ഗ്രേസ് എന്ന് പറയുന്നത് കൃപ. മേഴ്സി എന്ന് പറയുന്ന അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങൾ ദൈവം ഇഷ്ടം പോലെ തരും. പക്ഷേ അനുഗ്രഹങ്ങൾക്കും അപ്പുറത്ത് ദൈവം തന്നെ കൊടുത്ത് കൃപ കൊടുത്തു. ഇനി ഞാൻ നിൽക്കുമ്പോൾ
അത് തെറ്റാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രിയപ്പെട്ട മകളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മേഴ്സി, ഗ്രേസായി കൃപ മാറിയെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് നെട്ടോട്ടമോടാതെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ജോൺസണത്തിനും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും നീലനിരപ്പ് കുടുംബാംഗങ്ങൾക്കും വിസിറ്റേഷൻ സമൂഹത്തിനും ഒരുപക്ഷെ മദർ ജനറൽ ഈ അവസാനം അരികിൽ നീ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഒരു മാത്രം വെറുതെ നിരച്ചിരുന്നുവെങ്കിൽ അഞ്ചന ജോസഫിൻ്റെ സാന്നിധ്യം കൂടി ഓർമ്മിക്കുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ബാക്കി എല്ലാ അധികാരികളും ഇവിടെയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വിസിറ്റേഷൻ സമൂഹത്തിനും ഈ ചുമതല ഗവൺമെൻറ്റിനും ഇവിടെയുള്ള നല്ലവരായ എല്ലാവർക്കും ഈ അനുശോചനം അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ